നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് അവലോകനം ചെയ്ത 9 അംഗ സമിതിയാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. 2 മാസം കൊണ്ട് നടത്തിയ സാമൂഹികാഘാത പഠനത്തിന്റെ റിപ്പോർട്ടാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടറായിരുന്ന പി പ്രതാപൻ ചെയർമാനായ 9 അംഗ വിദഗ്ധ സമിതി അവലോകനം ചെയ്തത്. വിമാനത്താവളത്തിലൂടെ സാമ്പത്തിക സാമൂഹ്യ ഉന്നമനം സംസ്ഥാനത്തിനുണ്ടാകും. പദ്ധതി ഉണ്ടാക്കുന്ന സാമൂഹികാഘാതത്തെ ഭാവിയിലെ നേട്ടത്തിന് മറികടക്കാനാകുമെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ഇതിനാൽ തന്നെ സംസ്ഥാന സർക്കാരിന് വിമാനത്താവള പദ്ധതിയുമായി മുമ്പോട്ട് പോകാമെന്നാണ് ശുപാർശ. ശബരിമല തീർത്ഥാടകർ, പ്രവാസികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങി വിമാനത്താവളം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും. സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായി പദ്ധതിയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പദ്ധതി നടപ്പാകുന്നതോടെ കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്നും വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. ചെറുവള്ളി എസ്റ്റേറ്റിലെ നിലയങ്ങളിലുള്ള 238 കുടുംബങ്ങളെയും പുറത്തുള്ള 114 കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ഇതിനു പുറമെ കാര്യത്തോട് NMLP സ്കൂൾ, 7 ആരാധനാലയങ്ങൾ, 5 കച്ചവട സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ എന്നിവയും മാറ്റി സ്ഥാപിക്കണം. പൊതുവികസന പ്രവർത്തനങ്ങൾക്കായി ആരാധനാലയങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കാമെന്ന പ്രത്യേക ശുപാർശയും വിദഗ്ധ സമിതി മുമ്പോട്ട് വെച്ചു. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് വിമാനത്താവളത്തിൽ ജോലി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.